നമുക്കറിയാം കുപ്പിവെള്ളം ഇന്ന് ഒഴിച്ചുകൂടാനാവാത്തതാണ്. പ്രത്യേകിച്ചും യാത്രകളിലൊക്കെ കുപ്പിവെള്ളം നിർബന്ധമായും കയ്യിൽ കരുതുകയോ അല്ലെങ്കിൽ വാഹനങ്ങളിലൊക്കെ സൂക്ഷിക്കുന്ന ആളുകളുണ്ട്. ഏറ്റവും പുതിയ കണ്ടെത്തലുകൾ അനുസരിച്ച് വളരെയധികം ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഈ കുപ്പിവെള്ളങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും എല്ലാവരും ഈ ഇൻഫർമേഷൻ മുഴുവനായി ശ്രദ്ധിക്കണം. മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്തെത്തിക്കുവാനും നിങ്ങൾ മറക്കരുത്. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവായ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പ്ലാസ്റ്റിക് കുപ്പികളിലാക്കിയ കുടിവെള്ളവും പാനീയങ്ങളും വെയിലേൽക്കുന്നിടത്ത് വിൽപ്പനയ്ക്ക് വെക്കുകയാണെങ്കിൽ അവ പിടിച്ചെടുത്ത് നശിപ്പിക്കും. പ്ലാസ്റ്റിക് കുപ്പിയിലെ പാനീയങ്ങളും കുടിവെള്ളവും സൂര്യപ്രകാശമേറ്റ് രാസമാറ്റമുണ്ടായി വിഷമയമാകുന്നത് കണക്കിലെടുത്താണ് ഈ ഒരു നടപടി. ഭക്ഷ്യസുരക്ഷാ വകുപ്പാണ് നടപടിയെടുക്കുക. ഇത് സംബന്ധിച്ച് വകുപ്പ് എല്ലാ വ്യാപാരികൾക്കും നോട്ടീസ് നൽകിയിട്ടുണ്ട്. ശാസ്ത്രീയമായി സംസ്കരിക്കേണ്ടതിന്റെയും പ്രാധാന്യവും എടുത്തു കാണിക്കുന്നു. പ്ലാസ്റ്റിക് ഉത്തരവാദിത്തത്തോടെ വിനിയോഗിക്കാനും ഉപയോഗശേഷം കൃത്യമായി സംസ്കരണത്തിന് വിധേയമാക്കാനും ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതിന്റെ ആവശ്യകതയാണ് പഠനം ഊന്നിപ്പറയുന്നതെന്നും ഈ ഒരു പഠനത്തിന് നേതൃത്വം നൽകിയ കൊല്ലം ഫാത്തിമ മാതാ നാഷണൽ കോളേജിലെ ജന്തുശാസ്ത്ര വിഭാഗം മേധാവി ഡോക്ടർ PJ സർലീൽ വ്യക്തമാക്കുന്നു. സാമ്പിളുകളിൽ 8 വ്യത്യസ്ത പോളിമർ തരികളുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. നാരുകളാണ് കൂടുതൽ. 58.928% നിറമനുസരിച്ച് മൊത്തം എണ്ണത്തിന്റെ ഏകദേശം 35.714% ചുവപ്പ് നിറത്തിൽ ഉൾപ്പെടുന്നു. വിശകലനം ചെയ്ത കുപ്പിവെള്ള സാമ്പിളുകളിൽ കണ്ടെത്തിയ നാരുകൾ അസംസ്കൃത ജലസ്രോതസ്സുകളിൽ നിന്നും വന്നതാകാം. മറ്റുള്ളവ ജലശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന ഘടകങ്ങളിൽ നിന്നോ പാക്ക് ചെയ്യുന്ന കുപ്പികളിൽ നിന്നു തന്നെയോ കലരുന്നതാകാം. ഭൂമിയുടെ എല്ലാ ഭാഗങ്ങളിലും മണ്ണ്, വെള്ളം, ഭക്ഷണം, വായു എന്നിവയിലും ചുറ്റുമുള്ള ജീവികളിലും മനുഷ്യ ശരീരത്തിൽ തന്നെയും സൂക്ഷ്മ പ്ലാസ്റ്റിക് കണികകൾ കണ്ടെത്തിയിട്ടുണ്ട്. പ്രതിദിനം ശ്വസനം വഴി പോലും ശരാശരി 240 കണികകൾ നമ്മളിൽ കയറി പറ്റുന്നുണ്ടെന്നാണ് പഠനം. കുപ്പിവെള്ളം തയ്യാറാക്കുമ്പോൾ കൂടുതൽ മികച്ച ഗുണനിലവാര പ്രക്രിയകൾ ഏർപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകതയാണ് ഈ ഒരു പഠനം ഓർമ്മപ്പെടുത്തുന്നത്. ഭക്ഷണശാലകളിൽ വിതരണം ചെയ്യുന്ന കുടിവെള്ളം പരിശോധിച്ച് സുരക്ഷ ഉറപ്പാക്കിയതാണെന്ന സർട്ടിഫിക്കറ്റ് കരുതണം. കുടിവെള്ളം പുറത്തുനിന്ന് വാങ്ങുന്ന ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും ആ ഒരു വിവരം രജിസ്റ്ററിൽ രേഖപ്പെടുത്തണം. കുടിവെള്ളം എത്തിച്ച ലോറിയുടെ നമ്പർ, ലൈസൻസ് സർട്ടിഫിക്കറ്റ്, കുടിവെള്ള പരിശോധന സർട്ടിഫിക്കറ്റ് എന്നിവയും സൂക്ഷിക്കണം. കൂടുതൽ അപകട സാധ്യതയുള്ള ഭക്ഷണ വിഭാഗങ്ങളിൽ ഒന്നായി കുപ്പിവെള്ളത്തെയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഫുഡ് ആൻഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഭക്ഷ്യസുരക്ഷയെ കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് FSSAIയുടെ ഈ ഒരു നടപടി. ഉയർന്ന മലിനീകരണ തോത്, മോശം സ്റ്റോറേജിങ്ങും പാക്കേജിങ്ങും, കൈകാര്യം ചെയ്യുന്നതിലെ അലംഭാവം എന്നീ വിഭാഗങ്ങളിൽ പെടുന്ന ഉൽപ്പന്നങ്ങളെയാണ് പൊതുവെ ഹൈ റിസ്ക് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ വാഹനങ്ങളിൽ കുപ്പിവെള്ളം സൂക്ഷിക്കുന്നവരും ശ്രദ്ധിച്ചിരിക്കണം. ദീർഘനേരം, അതായത് ഈ ഒരു വെള്ളം ചൂടാവുന്ന സാഹചര്യം ഉണ്ടായാൽ അത് മറ്റ് രാസമാറ്റങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. ദിവസങ്ങളോളം വാഹനങ്ങളിൽ കുപ്പിവെള്ളം സൂക്ഷിക്കുന്നവരുമുണ്ട്. അപ്പോൾ ഇക്കാര്യങ്ങൾ വളരെയധികം ജാഗ്രത പാലിക്കണം. വളരെയേറെ ഗുരുതരമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഇവ കാരണമാകുന്നു.